ദേശങ്ങൾക്കതീതയായി സർവൈശ്വര്യപ്രദായിനിയായി ഭക്തലക്ഷങ്ങൾക്ക് അഭയകേന്ദ്രമായി വാണരുളുന്ന നായരമ്പലത്തമ്മയുടെ താലപ്പൊലി മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തിരുവാതിര വിരുന്നുമായി എത്തുന്നു നായരമ്പലം ഭഗവതി സ്ത്രീ സമാജം നഭസ്. നായരമ്പലത്തമ്മയുടെ തിരുമുന്നിൽ തിരുവാതിര കളിയുടെ ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കി നിരന്തര സാധനയിലൂടെ പ്രാഗൽഭ്യം നേടി കേരളത്തിലുടനീളമുള്ള പ്രശസ്ത ക്ഷേത്രാങ്കണങ്ങളിൽ അരങ്ങുണർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നഭസ് തിരുവാതിര ടീമിന്റെ പ്രശസ്തി ദേശാന്തരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ തനത് സ്ത്രീ കലാരൂപമായ തിരുവാതിരകളിയുടെ പ്രൗഢിയും പാരമ്പര്യ തനിമയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ നഭസിലെ കലാകാരികൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നു. നായരമ്പലത്തമ്മയുടെ അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവാതിര ആരംഭിക്കുന്നു. ആദ്യമായി ഗണപതി സരസ്വതി സ്തുതികൾ. മോദകപ്രിയനായ വിഘ്നവിനാശകനായ ഭക്തവത്സലൻ ശ്രീ ഗണപതി ഭഗവാനെയും തൂമന്ദഹാസം തൂകി പത്മതൽപത്തിൽ വസിച്ച് സർവാഭീഷ്ടപ്രദായിനിയായി വിളയാടുന്ന സരസ്വതി ദേവിയെയും സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. കക്കാട്ടു ശ്രീരകം തന്നിൽ വാഴും വിഘ്നേശ്വര കാത്തരുളിടേണം. വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടേ അച്ചിന്റെ വന്നോടിറങ്ങിടേണം. മലരും അവിലും കദളിപ്പഴം ശർക്കരയും ഒറ്റപ്പം പിന്നെയങ്ങുണ്ണിരപ്പം എല്ലാം പൂജിക്കന്റെ പൊന്നുണ്ണിയേ. ഭക്തതൻ വിഘ്നമൊഴിച്ചിടുന്ന പാർവതി നന്ദന വാഴ വാഴ. സേവിപ്പോർക്കാനന്ദം നൽകിടുന്ന പരമേശ്വര പുത്ര വാഴ വാഴ. പരമേശ്വര പുത്ര വാഴ വാഴ. तू मन्दहासं तूगी तू വെള്ളി ശോഭയോടെ तू മഞ്ഞിൻ തുള്ളി പോലെ ലാസ്യഭാവവും പൂണ്ടു. तू മന്ദഹാസം തൂകി तू വെള്ളി ശോഭയോടെ तू മഞ്ഞിൻ തുള്ളി പോലെ ലാസ്യഭാവവും പൂണ്ടു. അന്നമായി നട
ദേശാധിപാതം വർണ്ണിച്ചുകൊണ്ട് ശ്രീ രതീഷ് SR രചിച്ച് ശ്രീ ഏലൂർ ബിജു സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത ഭജനഗീതമാണ് ഹരനുടെ കരമതിൽ എന്ന ഗാനം. ഈ ഭജനഗീതത്തെ തിരുവാതിരപ്പാട്ട് രൂപത്തിൽ മാറ്റി ശ്രീ സെബി നായരമ്പലം റെക്കോർഡിംഗ് നിർവഹിച്ച് ആലപിച്ചിരിക്കുന്നത് നഭസിലെ തന്നെ കലാകാരിയും മികച്ച ഗായികയും വയലിൻ വാദകയുമായ ശ്രീമതി ശ്രീഭദ്ര പ്രദീപും മകൾ അഭിരാമി പ്രദീപും ചേർന്നാണ്. ഹരനുടെ കരമതിൽ എന്ന ഭദ്രകാളി സ്തുതിയാണ് തുടർന്ന് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. ആർദ്രഹരിതമാക്കാൻ എത്തുന്ന ഇടവപ്പാതിക്ക് എന്നും മലയാളിയുടെ മനസ്സിൽ ഗൃഹാതരത്വമുണർത്തുന്ന സ്ഥാനമാണുള്ളത്. മുത്തുകൾ പോലെ ഉതിരുന്ന മഴത്തുള്ളികൾ മണ്ണിനെ മാത്രമല്ല മനസ്സിനെയും ഈറനണിയിക്കും. മഴയെ ഇതിവൃത്തമാക്കി എത്രയെത്ര പ്രശസ്ത കവികളാണ് സർഗരചനകൾ നടത്തിയിട്ടുള്ളത്. അവയിൽ ചിലത് കോർത്തിണക്കി കൈകൊട്ടിക്കളി രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് വെളുത്ത മേഘച്ചാർ തഴിഞ്ഞു വീഴുന്നു എന്ന ഈ ഗാനത്തിലൂടെ. വെളുത്ത മേഘച്ചാർ തഴിഞ്ഞു വീഴുന്നു, കരിമുകിലുകൾ പടരുന്നു ചുറ്റും, ചുടുകാറ്റും മെല്ലെ ഒഴിഞ്ഞു പോകുന്നു,
സന്താനഗോപാലം കിളിപ്പാട്ടിൽ നിന്നുള്ള പദമാണ് അടുത്തത്. ദ്വാരകാപുരവാസിയായിരുന്ന ഒരു ബ്രാഹ്മണന് വളരെ കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ഉണ്ണി പിറന്നു. എന്നാൽ ജനിച്ചയുടനെ ആ കുഞ്ഞ് മരണപ്പെടുകയാണുണ്ടായത്. മനസ്സു തകർന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ ഉണ്ണിയുടെ മൃതദേഹവും എടുത്ത് ശ്രീകൃഷ്ണ സവിധം ചെന്ന് ആവലാതി ഉണർത്തിച്ചു. തുടർന്ന് കൃഷ്ണൻ തൻ്റെ പ്രിയ തോഴനായ അർജുനൻ ബ്രാഹ്മണന്റെ സങ്കട നിവൃത്തി വരുത്തുമെന്ന് അറിയിക്കുന്നു. പിന്നീട് അർജുന സമക്ഷം എത്തുന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് തനിക്ക് പിറക്കാൻ പോകുന്ന ഉണ്ണിയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് അർത്ഥിക്കുന്നതാണ് ഈ പദത്തിന്റെ ഇതിവൃത്തം. തിരുവാതിരക്കളി ടീമിന്റെ എന്നത്തെയും വഴികാട്ടിയായിട്ടുള്ള ശ്രീ KLM സുവർദ്ധൻ നഭസിന് വേണ്ടി രചിച്ച കുമ്മിപ്പാട്ടാണ് അടുത്തത്. തിരുവാതിര രാവിലെ ആനന്ദ ക്രീഡകൾക്കായി സഖിമാരെ വിളിച്ചുണർത്തുന്നതാണ് സന്ദർഭം.
ബന്ധുരാഗിമാരെ ഇന്നു നമ്മൾ ബന്ധുത്വ ഭാവമാർന്നാത്ത മോദം ബന്ധുരാഗിമാരെ ഇന്നു നമ്മൾ ബന്ധുത്വ ഭാവമാർന്നാത്ത മോദം ഘോഷിച്ചാത്തിടാം തോന്തത്തിന്തക ഘോഷിച്ചാത്തിടാം അതിമോദാലി ഘോഷരാവിൽ മതഭര മംഗളരാവിൽ മലയജ ഗാനനിനദം ശ്രവിച്ചതി ആനന്ദമാർന്നതി സാഫല്യമാർന്നിടാങ്ങാരിമാരെ രവിതാര്യം പാര താളമേളയുധമതി സമ്മോഹനം ആനന്ദമാർന്നതി സാഫല്യമാർന്നിടാങ്ങാരിമാരെ രവിതാര്യം പാര താളമേളയുധമതി സമ്മോഹനം ഇന്ദുമതി തൊഴി ചന്ദ്രികയും ഇമ്പമോടിങ്ങെത്തി ചാരുതരം ഇന്ദുമതി തൊഴി ചന്ദ്രികയും ഇമ്പമോടിങ്ങെത്തി ചാരുതരം പഞ്ചസുഗന്ധം തോംതത്തിന്തക പഞ്ചസുഗന്ധം പരത്തിക്കൊണ്ടങ്കജനെത്തി വസന്തനുമൊപ്പമിങ്ങെത്തി മലർമണമാകെ പരത്തി മതമാർന്ന വണ്ടുകൾ തെണ്ടുന്നു തണ്ടാഗ്രഹം ഇമ്പത്താൽ ദാരുകളിൽ ചെന്നു മൂളി മൂളി പാരന്മാരന്റെ ചാതുര്യം വാഴ്ത്തിപ്പാടി വണ്ടുകൾ തെണ്ടുന്നു തണ്ടാഗ്രഹം ഇമ്പത്താൽ ദാരുകളിൽ ചെന്നു മൂളി മൂളി പാരന്മാരന്റെ ചാതുര്യം വാഴ്ത്തിപ്പാടി ചേലേറും തേൻമൊഴി തന്മികളെ ചാരുരുചിര സുഗാമികളെ ചേലേറും തേൻമൊഴി തന്മികളെ ചാരുരുചിര സുഗാമികളെ ചാരുദയാമു തോംതത്തിന്തക ചാരുദയാമു ചാരുലമായി ചന്തമോടാടാം ചാതുര്യമായി ചോടുകൾ വയ്ക്കാം നമുക്കിന്നിങ്ങാനന്ദമോടും ബഹുതര ഗാനങ്ങൾ ആലപിച്ചാടി കളിച്ചിടാം പോരിക പാടല ഗാത്രിമാരെ നമ്മൾ കൊന്നിച്ചൊരാനന്ദ നൃത്തമാടാം ഗാനങ്ങൾ ആലപിച്ചാടി കളിച്ചിടാം പോരിക പാടല ഗാത്രിമാരെ നമ്മൾ കൊന്നിച്ചൊരാനന്ദ നൃത്തമാടാം ഒന്നിച്ചൊരാനന്ദ നൃത്തമാടാം നമ്മൾ ഒന്നിച്ചൊരാനന്ദ നൃത്തമാടാം ഒന്നിച്ചൊരാനന്ദ നൃത്തമാടാം നമ്മൾ ഒന്നിച്ചൊരാനന്ദ നൃത്തമാടാം. തിരിച്ചുകൂടാനാവാത്ത കുറത്തി അവതരണമാണ് അടുത്തത്. കണ്ടാലും കേട്ടാലും മതിവരാത്ത ആനക്കൊമ്പന്റെ ആകാര വർണ്ണനയാണ് ഇതിവൃത്തം. കരുവീട്ടി കടഞ്ഞെടുത്ത ആനച്ചന്തത്തിൽ ഭഗവാന്റെ തിടമ്പേറ്റി നിൽക്കുന്ന ഗജവീരനെ അകക്കണ്ണിലെത്തിക്കുന്നു ഈ കുറത്തി അവതരണം. അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ അമ്പമ്പോ ചന്തമേറും ഗജവീരൻ കൊമ്പനാനക്കറുമ്പൻ കൊമ്പനാനക്കറുമ്പൻ അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ അമ്പമ്പോ ചന്തമേറും ഗജവീരൻ കൊമ്പനാനക്കറുമ്പൻ കൊമ്പനാനക്കറുമ്പൻ കമ്പമേറ്റുന്നൊരിമ്പം വരുത്തുന്ന വമ്പേരും കൊമ്പുരണ്ടും അമ്പയുയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു അമ്പെ കൊഴിച്ചിടുന്നു കമ്പമേറ്റുന്നൊരിമ്പം വരുത്തുന്ന വമ്പേരും കൊമ്പുരണ്ടും അമ്പയുയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു അമ്പെ കൊഴിച്ചിടുന്നു തീറ്റകൾ തിന്നിടുന്നു കൊമ്പന്റെ കുംഭമെരുത്തിടുന്നു തുമ്പിക്കൈയാട്ടിടുന്നു കൊമ്പനോ അമ്പോ തിളങ്ങിടുന്നു അമ്പോ തിളങ്ങിടുന്നു തീറ്റകൾ തിന്നിടുന്നു കൊമ്പന്റെ കുംഭമെരുത്തിടുന്നു തുമ്പിക്കൈയാട്ടിടുന്നു കൊമ്പനോ അമ്പോ തിളങ്ങിടുന്നു അമ്പോ
ചെന്തിടമ്പുമേറ്റി ആട്ടിച്ചെവിയഴകിൽ ആൽത്തറ മേളത്തിൻ താളത്തിലായി അമ്പോറ്റി കിംബമേകി അവനങ്ങു നിൽപ്പുനിലയഴകിൽ ആട്ടിച്ചെവിയഴകിൽ ആൽത്തറ മേളത്തിൻ താളത്തിലായി അമ്പോറ്റി കിംബമേകി അവനങ്ങു നിൽപ്പുനിലയഴകിൽ കണ്ഠേ കുടമണിയും മസ്തകേ മിന്നും കനകഭയും കണ്ണിനയ്ക്കാനന്ദമായി കരിവീരൻ കണ്ടിടാനെന്തു ചന്തം കണ്ഠേ കുടമണിയും മസ്തകേ മിന്നും കനകഭയും കണ്ണിനയ്ക്കാനന്ദമായി കരിവീരൻ കണ്ടിടാനെന്തു ചന്തം ചന്തത്തിൽ പന്തങ്ങളിൽ നന്ദിക്കൂ ചാലെ കൊളുത്തീരാ ചിന്നും നാറു ശോഭയിൽ വരണ കൊമ്പൻ വിളങ്ങിടുന്നു ചന്തത്തിൽ പന്തങ്ങളിൽ നന്ദിക്കൂ ചാലെ കൊളുത്തീരാ ചിന്നും നാറു ശോഭയിൽ വരണ കൊമ്പൻ വിളങ്ങിടുന്നു വെഞ്ചാമരാലവട്ടം വീശുന്നു വെൺപ്രഭ വീശിടുന്നു വെൺതാര ശോഭയോടെ പട്ടുക്കുട മേലെ മരുവിടുന്നു വെഞ്ചാമരാലവട്ടം വീശുന്നു വെൺപ്രഭ വീശിടുന്നു വെൺതാര ശോഭയോടെ പട്ടുക്കുട മേലെ മരുവിടുന്നു താളങ്ങൾ മാറി മാറി ഏറുന്നു മേളം മുറുകിടുന്നു മാലോകരാവേശത്തിൽ മോദത്താൽ ആർത്തു വിളിച്ചിടുന്നു താളങ്ങൾ മാറി മാറി ഏറുന്നു മേളം മുറുകിടുന്നു മാലോകരാവേശത്തിൽ മോദത്താൽ ആർത്തു വിളിച്ചിടുന്നു ഏറ്റവും ജനകീയവും ചടുലവുമായ ഭാഗമാണ് വഞ്ചിപ്പാട്ട്. നദികളുടെ നാടായ കേരളത്തിലെ പ്രധാന ജലോത്സവമാണ് വള്ളംകളി. കാണികളിൽ ആവേശമുണർത്തിക്കുക എന്നതത്രേ വഞ്ചിപ്പാട്ടിന്റെ ധർമ്മം. ഇനി നമുക്ക് കുട്ടനാട്ടിലെ വള്ളംകളിയുടെ താളമേളങ്ങളിൽ അലിയാം. ുഴൽ
പദങ്ങളുടെയും കുമ്മി കുറത്തി വഞ്ചി താളമേളങ്ങളുടെയും സമ്മേളനമായ ഈ തിരുവാതിര കലാവിരുന്നിന്റെ പര്യവസാനം കുറിച്ചുകൊണ്ട് മംഗളാവതരണമാണ് അടുത്തത്. ശ്രീകൃഷ്ണനാമത്തിൽ മംഗളം ചൊല്ലി നഭസിന്റെ കലാവിരുന്ന് അവസാനിക്കുന്നു. നമ്മളെ രസിപ്പിച്ച ഈ നഭസിലെ കലാകാരികൾക്ക് ഈ നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള അഹിതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവർക്ക് ഒരു സമ്മാന ഉപഹാരം നൽകുന്നതിനായി കരയോഗം പ്രസിഡന്റ് ശ്രീ ജയഗോപാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഉപഹാരം നൽകുന്നതിനായി നഭസിന്റെ പ്രസിഡന്റ് മണി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നഭസ്